ഇന്ന് നമുക്ക് പീരിയഡ്സിന്റെ സമയത്തുണ്ടാവുന്ന ആ വെയിറ്റ് ഗെയിനിനെ കുറിച്ചും അത് കൺട്രോൾ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. എന്തായാലും ഇന്ന് നമ്മുടെ 60 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 12ാമത്തെ ദിവസമാണ്. ഇന്നത്തെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 67.80 ആണ്. ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാര്യമായ വെയിറ്റ് ഗെയിൻ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ കഴിച്ചേക്കുന്ന ഫുഡൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. എൻ്റെ മൂഡിനനുസരിച്ച് എൻ്റെ മനസ്സ് എന്ത് പറഞ്ഞു അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് വി ഡിസേർവ് ദാറ്റ് അല്ലേ? 1/2 കിലോ തൊട്ട് 2 കിലോ വരെയൊക്കെ നമ്മൾ പീരിയഡ്സിൻ്റെ ആ ഒരു കാരണം കൊണ്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും കേട്ടോ. അത് ഈ പീരിയഡ്സിൻ്റെ ആ ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി അതൊരു ടെമ്പററി വെയിറ്റ് ഗെയിൻ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അത് പീരിയഡ്സിൻ്റെ ദിവസങ്ങൾ കഴിയുമ്പോൾ അതും നാച്ചുറലി നമ്മൾ പഴയ വെയിറ്റിലേക്ക് നമ്മൾ എത്തിക്കോളും. അപ്പോൾ മെയിൻ റീസൺസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കാരണം ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന സമയത്ത് വാട്ടർ റിട്ടൻഷൻ, സോൾട്ടിൻ്റെ റിട്ടൻഷൻ ഒക്കെ സംഭവിക്കും. അതുവഴി ബ്ലോട്ടിങ്ങും വെയിറ്റ് ഗെയിനും ഒക്കെ ഉണ്ടാവും. മാത്രമല്ല നമുക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര ക്രേവിങ്സ് കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ ക്രേവ് ചെയ്യുന്നത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ സോൾട്ടി ആയിട്ടുള്ള എന്തെങ്കിലും, എന്താ പറയുക, ഹൈ കാലറി വരുന്ന കംഫർട്ട് ഫുഡിനായിരിക്കും ഇതേപോലെ നമുക്ക് കൂടുതൽ ക്രേവിങ്സ് ഉണ്ടാവുക. അതുവഴി നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. അതായത് നമ്മൾ ബേൺ ചെയ്യുന്ന കാലറീസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും, പക്ഷേ ഇൻടേക്ക് ചെയ്യുന്ന കാലറീസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അതുവഴിയും വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. പിന്നെ നമ്മുടെ യൂട്രസിൻ്റെ കോൺട്രാക്ഷൻ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഈ പീരിയഡ്സിൻ്റെ സമയത്ത് വളരെ മൈൽഡായിട്ട് ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതും നമുക്ക് എന്താ പറയുക, വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടും. ഇനി അതൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നറിയോ? പൊട്ടാഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ബനാനാസ്, മധുരക്കിഴങ്ങ്, അവക്കാഡോ, പിന്നെ ഇലക്കറികൾ, ഇതൊക്കെ ഡയറ്റിൽ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം ഈ ഒരു സമയത്ത് കേട്ടോ. വെള്ളം കുടിക്കാനൊന്നും തോന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എങ്കിൽ പോലും നന്നായിട്ട് വെള്ളം കുടിക്കണം. അത് നമ്മുടെ വാട്ടർ റിട്ടൻഷൻ, ബ്ലോട്ടിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉപ്പിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് സോഡിയം കഴിക്കുമ്പോൾ വാട്ടർ റിട്ടൻഷൻ കൂടുതലായിട്ട് സംഭവിക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ചിപ്സ്, ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, സോൾട്ടി ആയിട്ടുള്ള സ്നാക്സ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ക്രേവിങ്സ് തോന്നുന്ന സമയത്ത് മാക്സിമം ഹെൽത്തി ആയിട്ട് അങ്ങനത്തെ ഓപ്ഷൻസും കൂടെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇന്നത്തെ വെയിറ്റ് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.